അപ്പോൾ ഹാപ്പി സൺഡേ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ഒരു അഫ്ഗാനി മദ്ഹൂത്താണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 1 കിലോ ബസുമതി റൈസിന് 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കുരുമുളക്, ബേ ലീഫ്, പട്ട, ഏലക്കായ, കരയാമ്പ്, തക്കോലം, മുന്തിരി, ചിക്കൻ ക്യൂബ്, ഉണക്കമുന്തിരി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ക്യാരറ്റ്, തൊലി കളയാത്ത ഒരു ഉരുളൻകിഴങ്ങാണ് നമ്മളതിൽ കഴുകി പീസാക്കിയിട്ട്, സെല്ലാർ ലീഫ്, പിന്നെ പുതിനയിലയുടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ അറബിക് മസാല, പിന്നെ പച്ചമുളക് നമ്മൾ ഞെട്ടി കളഞ്ഞ് വെച്ചത്, 4 സബോള നമ്മൾ കുത്തിയരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉരുളൻകിഴങ്ങ് നമ്മളൊരു വലിയ കഷ്ണമായിട്ടാണ് ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ടൊമാറ്റോ 3 എണ്ണം നമ്മൾ മിക്സിയിൽ അരിച്ച് വെച്ചിരുന്നു, നീളത്തിലരിഞ്ഞ ക്യാരറ്റ് പീസ്, പിന്നെ നമ്മളിത് അലങ്കാരത്തിനുള്ള നമ്മുടെ വെള്ളമുന്തിരിയും നമ്മുടെ ക്യാരറ്റും ചെറിയ പീസുകളാക്കി വെച്ചത്. അരി ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാന് സൺഫ്ലവർ എന്ന ഓയിലിൽ മയക്കുവാൻ അങ്ങോട്ട് തുടങ്ങി. അവനങ്ങോട്ട് മയങ്ങി വന്നപ്പോൾ അതിലോട്ട് താരങ്ങളായ നമ്മുടെ കുരുമുളക്, പട്ട, കരയാമ്പൂ, ഏലക്ക, വെലീസ് ലീവ് ഇവ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇവരുടെ സുഗന്ധത്തിന് അങ്ങോട്ട് മാറ്റി കൂട്ടുവാനായിട്ട് നമ്മുടെ സബോള അങ്ങോട്ട് വാരി വിതറിയിട്ടാ. സബോളയ്ക്ക് ഒരു കൂട്ടിനായി നമ്മുടെ ഇഞ്ചിയെയും വെളുത്തുള്ളിയെയും അരച്ച മിശ്രിതം അങ്ങോട്ട് ചേർത്ത് ഇളക്കി അങ്ങോട്ട് കൊടുത്ത് ഒരു പരുവായിട്ട് വന്നപ്പോൾ നമ്മുടെ സുന്ദരികളായ തക്കാളികൾ അങ്ങോട്ട് അരച്ച് ഞാൻ വെച്ചിരുന്നു. അതിനൊപ്പം കൂട്ടിനായി നമ്മുടെ പച്ചമുളകിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് ഒരു പരുവത്തിൽ അങ്ങോട്ട് ആക്കി വെച്ച് നമ്മൾ 5 മിനിറ്റ് നേരം അങ്ങോട്ട് മൂടി വെച്ചു. ആ പച്ചമണൊക്കെ മാറി അങ്ങോട്ട് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ താരമായ നമ്മുടെ 2 ടീസ്പൂൺ അറബിക് മസാലേനെ അങ്ങോട്ട് തട്ടിക്കൊടുത്തു. അത് അങ്ങോട്ട് റെഡിയായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ ക്യൂബുകൾ അങ്ങോട്ട് അതിൽ ചാടി അങ്ങോട്ട് വീണു. ഒരു 4 പീസ് ചിക്കൻ ക്യൂബ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇത് അങ്ങോട്ട് റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കുട്ടന്മാരെ അങ്ങോട്ട് ഓരോ പീസ് അങ്ങോട്ട് മെല്ലെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് നമ്മൾ വേദനിപ്പിക്കാതെയും അങ്ങോട്ട് നമ്മൾ മയക്കി അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് എടുത്തു ഇളക്കി കൊടുത്തു. അതിന് ശേഷം നമ്മളതങ്ങോട്ട് മൂടി വെച്ചു. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങോട്ട് ഇരുന്നോട്ടെ. അപ്പോൾ ലെമണും നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതൊന്നൊരു നിറവ്യത്യാസം വന്നപ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ മൂടി അങ്ങോട്ട് മാറ്റി കൊടുത്ത് നമ്മുടെ ടൊമാറ്റോ നമ്മൾ ഉരുളൻകിഴങ്ങ് നമ്മൾ തൊലി കളഞ്ഞ് വലിയ പീസാക്കി വെച്ചിരുന്നു, ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മുടെ ബസുമതിയെ നമ്മൾ വെള്ളമൂറ്റി വെച്ചിരുന്നു, അതും ഇതിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുത്ത് നമ്മൾ മെല്ലെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ബസുമതി നമുക്ക് പണി തരും, അത് അങ്ങോട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പണികൾ നമ്മൾ മെല്ലെ അങ്ങോട്ട് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം നമ്മൾ 4 ഗ്ലാസ് അരിക്ക് നമ്മൾ 6.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ തിളയ്ക്കുന്നത് വരെ അങ്ങോട്ട് മെല്ലെ ഇളക്കി കൊടുത്ത് നമ്മളതങ്ങോട്ട് മൂടി വയ്ക്കുക. അതിന് പാകത്തിന് ഉപ്പ് ചേർക്കണേ. നമ്മൾ തിള വന്നതിന് ശേഷം സിമ്മിലിടുക. അപ്പോൾ നമ്മുടെ മദ്ഹൂത്തിനെ അങ്ങോട്ട് അലങ്കരിക്കുവാനുള്ള സംഭവങ്ങൾ റെഡിയാക്കണ്ടേ. അപ്പോൾ ഞാൻ ഈ ക്യാരറ്റും നമ്മുടെ മുന്തിരിയും ചെറുതായി അരിഞ്ഞ് വെച്ചത് നമ്മളതങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എടുത്തു. പിന്നെ വീണ്ടും നമ്മുടെ മദ്ഹൂത്തിനടുത്തേക്ക് ഓടിയെത്തി അവനൊന്ന് തട്ടി തടവി കൊടുത്ത് ഒതുക്കി കൊടുത്തു. പിന്നെ മദ്ഹൂത്തിന് ടേസ്റ്റ് ആകാൻ നമ്മുടെ ഒരു തക്കാളി ചമ്മന്തി, തക്കാളി 2 എണ്ണം, മല്ലിയില, ചെറുനാരങ്ങ, ഒരു 2 പച്ചമുളക്, ഒരു 2 പീസ് വെളുത്തുള്ളി, ഒരു കഷ്ണം ചെറിയ ഇഞ്ചി, പാകത്തിന് ഉപ്പ് എല്ലായിട്ടും ഒരു കറക്കൽ അങ്ങോട്ട് കറക്കി നമ്മുടെ തക്കാളി ചട്നി അങ്ങോട്ട് റെഡിയായി. വീണ്ടും ഞാൻ നമ്മുടെ മദ്ഹൂത്തിനടുത്തേക്ക് ഓടിയെത്തി ഒന്നും കൂടി ഒന്ന് അവൻ ഒതുക്കി കൊടുത്ത് നമ്മൾ സിമ്മിലിട്ടു. സിമ്മിൽ നമ്മൾ തിള വന്നപ്പോഴേ നമ്മൾ സിമ്മിലിട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ അലങ്കാരത്തിനാക്കി വെച്ചിരുന്ന ആഭരണങ്ങളെല്ലാം എടുത്ത് നമ്മളിത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവി കൊടുത്ത് നല്ല സുന്ദര കുട്ടി മദ്ഹൂത്താക്കി എടുത്തു നമ്മൾ. ഇതാണ് കാണാൻ എന്തു ഭംഗിയാണെന്ന് നോക്കിയല്ലേ. നമ്മുടെ സെല്ലാറിയോ ലീഫും നമ്മൾ അതിനേലൊന്ന് ആ ഗ്രീൻ കളറും കൂടി വന്നപ്പോൾ അടിപൊളിയായി. അപ്പോൾ അതിനിടയിൽ നമ്മുടെ അപ്പുകുട്ടൻ
അവിടെ എത്തിയിട്ടുണ്ട്. Mama cooking? ആ യെസ് യെസ്. ആ Aiba malu. Da madbuda mama. Aiba. Alhamdulillah. Da madbuda. Shoo. അപ്പൊ വിളമ്പി തരാൻ എന്നിട്ട് പറയാ Ada akal da plate. ആ അക്കെന്താ പ്ലേറ്റിൽ ഇടലൂ അല്ലേ? എങ്ങനെയാണ്? ആ അതിൽ കാ ചേർത്താ മതി അല്ലേ? Salad. और टमाटर, लेमन और प्याज. ओके मजबूत. ओके मजबूता. ആ ഇനി മാളുമ്മ കൊടുക്കവന് അവന് വിശക്കുണ്ട്. आधा मैं दा सलाद ആ का मैं എന്നിട്ട് ആടുമ്പോ വന്ന അവിടേക്ക്. आधा അതവൻ പറയണത് എന്താന്ന് വെച്ചാലേ ഇല ആടല്ല തിന്നണത്, അതാണ് അവൻ പറയണത്, വേറെ ഒന്നല്ല. आधा टमाटो. ആ ടൊമാറ്റോ. टमाटर. लेमन. ഇനി റൈസ് കഴിച്ചിട്ട് ഞങ്ങളുടെ റൈസ് എങ്ങനെയാണെന്നുള്ള അഭിപ്രായം പറയാം. और स्प्राइट दा मिक्सड सोडा. എങ്ങനെയുണ്ട്? अयवा मजबूत मजबूत अयवा പൊക്കത്തിൽ ഹൈവ കയറി വരുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും ഇഷ്ടം.